പിറവത്ത് പ്രധാന അധ്യാപകനിൽ നിന്ന് PTA പ്രസിഡന്റും സംഘവും തട്ടിയെടുക്കാൻ ശ്രമിച്ചത് 15 ലക്ഷം രൂപയെന്ന് വിജിലൻസ് SP. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചമഞ്ഞായിരുന്നു ഈ തട്ടിപ്പ്. നമ്മൾ വിചാരിച്ചിരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പുറകിലുണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. റിട്ടയർ ചെയ്യാൻ പോകുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിനെ ശരിക്കും വല്ലാതെ ബ്ലാക്ക് മെയിലിരുന്നു. അദ്ദേഹം വല്ലാത്ത തകർന്നൊരവസ്ഥയിലായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, തിരുവനന്തപുരത്തുള്ള വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടു. അവിടെ പരാതി തരണം, ഇവിടെ മാത്രം തരുന്ന പോലെ അവിടെ പരാതി തരണം, അതിന് അവിടെ കൂടി കൊടുക്കണം, പിന്നെ DD ഓഫീസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് 15 lakhs ആവശ്യപ്പെട്ടത്. പിന്നെ നമ്മളിവിടെ അയാളെ കൊണ്ട് സംസാരിപ്പിച്ച് 5 ലക്ഷത്തിലേക്ക്. റിയയുടെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. റിയ, ഇന്നലെ രാത്രി 6:30 തിരുവനന്തപുരത്ത് നിന്ന് ഇവരെ പിടിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ പറഞ്ഞാണ് ഈ PTA പ്രസിഡന്റും സംഘവും ഈ പ്രിൻസിപ്പലിനെതിരെ ഒരു വ്യാജ പരാതി ഉണ്ടാക്കുന്നു, ക്രമക്കേട് നടത്തിയെന്ന ഒരു പരാതി ഉണ്ടാക്കുന്നു. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹമാണ് പെൻഷൻ പറ്റാൻ പോകുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ പെൻഷനൊക്കെ മുടങ്ങുമോ എന്ന ആശങ്ക എങ്ങനെ ഇവർക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താമെന്ന് നോക്കിയതാണ്. അപ്പോൾ സ്വന്തം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ആ കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക വിഷമത്തെക്കുറിച്ചെങ്കിലും ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ ഇമാതിരി പരിപാടിക്ക് ഇവർ നിൽക്കില്ലായിരുന്നു. ഇതെങ്ങനെയാണ് ആസൂത്രണം ചെയ്തത്? എന്താണ് ഇപ്പോൾ പിറവത്തു നിന്നുകൂടിയുള്ള വിവരങ്ങൾ റിയ? ദിവിഷ്, ഇത് വൻ ഓപ്പറേഷൻ ആയിരുന്നു എന്നതാണ് എറണാകുളം റേഞ്ച് വിജിലൻസിന്റെ റേഞ്ച് SP ശശിധരൻ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ PTA പ്രസിഡന്റും മുൻ PTA പ്രസിഡന്റും അവരുടെ 2 സുഹൃത്തുക്കളും ഇവർ ചേർന്ന് വലിയൊരു പ്ലാൻ തന്നെ ഇതിനുവേണ്ടി സജ്ജമാക്കി. പിറവം സെന്റ് ജോസഫ് സ്കൂളിലെ പ്രധാന അധ്യാപകനെയായിരുന്നു ഇവർ ഭീഷണിപ്പെടുത്തിയത്. സ്കൂളിലെ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് ഇവർ തന്നെ വിജിലൻസിന് വ്യാജ പരാതികൾ നൽകുന്നു. ആ പരാതി ചൂണ്ടിക്കാണിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് ഈ കൂട്ടത്തിലെ 2 പേർ ഈ പ്രധാന അധ്യാപകനെ ഫോണിൽ ബന്ധപ്പെടുന്നു. പിന്നീട് അത് സെറ്റിൽ ചെയ്യാമെന്ന് ഇവർ ഈ പ്രധാന അധ്യാപകനെ അറിയിക്കുന്നു. അതിന് 15 ലക്ഷം രൂപയാണ് ഈ PTA പ്രസിഡന്റും മുൻ PTA പ്രസിഡന്റും അവരുടെ 2 സുഹൃത്തുക്കളും ചേർന്ന് ഈ പ്രധാന അധ്യാപകരിൽ നിന്ന് ആവശ്യപ്പെട്ടത്. ഈ പ്രതികൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താൻ കാരണം ഈ പ്രധാന അധ്യാപകൻ ഉടൻ പെൻഷൻ ആവാനിരിക്കുന്ന ആളാണ്. മാത്രമല്ല അദ്ദേഹം സ്ഥലം വിറ്റതുമായി ബന്ധപ്പെട്ട് കുറച്ച് തുക അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്ന കാര്യം ഈ പ്രതികൾ അറിഞ്ഞു. ആ തുക തട്ടിയെടുക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്തായാലും വിജിലൻസിലേക്ക് പരാതി എത്തി. ആ പരാതിയിൽ വിജിലൻസ് സംഘം പോലും ആദ്യം കരുതിയത് ഇത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ കൈക്കൂലി ആവശ്യപ്പെടുന്ന നടത്തുന്ന ഒരു ഓപ്പറേഷൻ ആണെന്നാണ്. പക്ഷേ ഈ വെഞ്ഞാറമൂട് കോഫി ഹൗസിൽ എത്തിയപ്പോഴാണ് വിജിലൻസ് സംഘത്തിന് മനസ്സിലായത് ഈ ഉദ്യോഗസ്ഥരായി ഈ തട്ടിപ്പ് സംഘം തന്നെ ചമഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇതെന്നുള്ളത്. 2 ലക്ഷം രൂപ പ്രധാന അധ്യാപകന് കൈമാറുന്നതിനിടയിൽ ഈ തട്ടിപ്പ് സംഘത്തെ കൈയോടെ വിജിലൻസ് സംഘം, എറണാകുളത്തു നിന്നുള്ള വിജിലൻസ് സംഘം പിടികൂടുകയായിരുന്നു. എന്തായാലും ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം SP നേരത്തെ സൂചിപ്പിച്ചത്, ഈ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് പോലും എത്തി. അദ്ദേഹം വലിയ മാനസിക സംഘർഷത്തിനിടയായി. കാരണം ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നാൽ താൻ ഇത്രയും നാൾ ജോലി ചെയ്തതിൽ ഒരു കളങ്കം സംഭവിക്കും, പെൻഷനെ അടക്കം ബാധിക്കാൻ സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് പോലും അദ്ദേഹം പോയിരുന്നു. അതിനിടയിലാണ് അദ്ദേഹം വിജിലൻസ് സംഘത്തെ അറിയിക്കാൻ ഒരു ശ്രമം നടത്തിയത്. അങ്ങനെയാണ് അദ്ദേഹം ഈ പണം നഷ്ടപ്പെടാതെ രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തത്. എന്തായാലും വലിയൊരു ഓപ്പറേഷൻ വിജിലൻസ് സംഘം നടത്തി. അവിടെയാണ് PTA പ്രസിഡന്റ്, മുൻ PTA പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളടക്കം പണവുമായി പിടിയിലായത്.